അസ്സലാമു അലൈക്കും എവരിവൺ. നിങ്ങളെ കുട്ടികളില്ലാത്തവരാണോ? അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? അവരുമായിട്ട് ഇടപഴകിയിട്ടുണ്ടോ? ഞാൻ ഇടപഴകിയിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ അവരുമായി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ മനസ്സിലാക്കിയെന്നറിയോ? നമ്മൾ വിവാഹം കഴിഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ലൈഫിലോട്ട് കുട്ടികളെ വെൽക്കം ചെയ്യുന്ന കപ്പിൾസിനെക്കാട്ടിലും ഒരുപാട് കൂടുതലാണ് ഈ കുട്ടികളില്ലാത്ത കപ്പിൾസ് തമ്മിൽ, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവും വൈകിയ കപ്പിൾസ് തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത്. അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ്ങും അവർ തമ്മിലുള്ള പരസ്പരമുള്ള മനസ്സിലാക്കലും കരുതലും കരുണയൊക്കെ കുറേ കൂടുതലാണ് കമ്പയർ വിത്ത് അതർ കപ്പിൾസ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള കപ്പിൾസിനെ നോക്കിയിട്ട് കുട്ടികളില്ലാത്ത പ്രഷർ നമ്മളിങ്ങനെ കൊടുക്കൂലേ? ഞാനിവരെ കുറിച്ച് എന്താ മനസ്സിലാക്കിയിട്ടുള്ളതെന്നറിയോ? നമ്മൾ ഈ ഭൂമിയിൽ പഠിച്ചവൻ എല്ലാ സ്ത്രീകളെയും സൃഷ്ടിച്ചിരിക്കുന്നത് പ്രസവിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ പ്രസവിക്കുന്നതിനൊക്കെ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പഠിച്ചവൻ നിയോഗിക്കപ്പെട്ട കുറച്ച് സ്ത്രീകളുണ്ടാവില്ലേ, അല്ലെങ്കിൽ കുറച്ച് ആളുകളുണ്ടാവില്ലേ, അവരാണ് ഇവർ എന്നാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അവർക്കാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പഠിച്ചവൻ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ആ അവസരങ്ങൾ നമ്മളുടെ ഒരു സൊസൈറ്റി അവർക്ക് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് പഠിച്ചവൻ എന്തിനാണ് ഓരോ നിയോഗിച്ചതെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം നമ്മൾ അവരില്ലാതാക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഠിച്ചവൻ വിചാരിച്ചിരിക്കുന്നത് ചിലപ്പോൾ മറ്റ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവരെ പഠിച്ചവൻ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മളെപ്പോലുള്ള കുറേ ആളുകൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി നമ്മൾ അവരോട് പറയും, നിങ്ങളെ പ്രസവിക്കാൻ തന്നെ വേണ്ടിയിട്ട് തന്നെയാണ് പഠിച്ചവൻ സൃഷ്ടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രസവിക്കുക തന്നെ വേണമെന്നുള്ളത്. നമുക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമാണ്, പഠിച്ചവനക്ക് മാത്രം അറിയാവുന്ന തീരുമാനമാണ്, അല്ലെങ്കിൽ പഠിച്ചവൻ്റെ മാത്രം തീരുമാനമാണ് ഭൂമിയിൽ ഒരു മനുഷ്യൻ ജനിക്കണോ വേണ്ടേ, അതാർക്ക് ജനിക്കണം, എങ്ങനെ ജനിക്കണം, എപ്പോൾ ജനിക്കണം എന്നൊക്കെ ഉള്ളത്. അതൊരു മനുഷ്യൻ്റെയും കഴിവോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ലത്. അതൊക്കെ പഠിച്ചവൻ്റെ തീരുമാനങ്ങൾ മാത്രമാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഇരിക്കെ തന്നെ നമ്മൾ അങ്ങനെയുള്ള കപ്പിൾസിനുള്ള കൊടുക്കുന്നൊരു പ്രഷർ ഉണ്ടല്ലോ. ഈ പ്രഷർ കൊടുത്ത് അവരെന്നെ വിചാരിക്കും, എനിക്കും കുട്ടികളുണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് സൃഷ്ടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ പഠിച്ച അവർക്ക് കരുതിയിട്ടുണ്ടാവില്ല. എന്നിട്ട് ആ ഒരു പ്രഷർ താങ്ങി അവരതന്നെ ആലോചിച്ച് അവർക്ക് എന്താണോ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പഠിച്ചോ അവരെ എന്തിനാണ് നിയോഗിച്ചതെന്നുള്ള കാര്യത്തേക്ക് എത്താൻ പലപ്പോഴും അവർക്ക് പറ്റാറില്ല എന്നുള്ളതാണ്. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പഠിച്ചവൻ നമ്മളെക്കാട്ടിലും കഴിവോട് കൂടി, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും കരുതലോട് കൂടിയിട്ട് മറ്റെന്തിനോ വേണ്ടി സൃഷ്ടിച്ച ആ മനുഷ്യരനെ അത് ചെയ്യാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഓരോ വ്യക്തി എന്നുള്ള രീതിയിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ.